ടുഡേ വി ആർ മേക്കിംഗ് പക്കോട ഗൈസ്. അത് ഞാൻ തൽക്കാലം 3 ഉള്ളി നീളത്തിലരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ തിരുമണം ഗൈസ്. ഇങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരുമണം, അതെന്താണെന്ന് ചോദിക്കരുത്, ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. നല്ലോണം തിരുമ്മിയിട്ട് വരാം ഗൈസ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകും കരിയാപ്പില അരിഞ്ഞതും. പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിയുക. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കരിയാപ്പില ഇങ്ങനെ അരിയുക. ഇത് നമുക്കിതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ കുഞ്ഞുകുഞ്ഞായി അരിഞ്ഞ് അതും ആഡ് ചെയ്യണം ഗൈസ്. ഇതിപ്പോൾ പച്ചമുളകുണ്ട്, കരിയാപ്പിലുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഉള്ളിയുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഗൈസ്. ഉള്ളിക്ക് നേരത്തെ ഓൾറെഡി ഉപ്പിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടി ആദ്യം മിക്സ് ചെയ്ത് വെക്കുന്നു. മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ക്രൂഷ്യൽ കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് കടലപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളമെല്ലാം ഇട്ടിട്ട് കുറച്ച് മിക്സ് ചെയ്തെടുക്കുക. ഓവറോളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, കാരണം ഉള്ളിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇങ്ങനെ നമ്മൾ സാധനം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ചിങ്ങനെ ചൂടെണ്ണയിൽ ഇങ്ങനെ ഇടുക. അതുപോലെ വീണ്ടും കുറച്ച് ഇടുക, എന്നിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രൈ ചെയ്ത സാധനങ്ങളാണ് ഇതെല്ലാം ഗൈസ്. സാധനം ലാസ്റ്റ് എത്രത്തോളം ഉണ്ട്, ആൻഡ് ട്രൈ ഇറ്റ് ഓൺ യുവർ ഓൺ റിസ്ക്.